നമ്മളിന്ന് ഉണ്ണിപ്പിണ്ടിയും പയറും ചേർത്തിട്ടുള്ള ഒരു ഉപ്പേരി ഉണ്ടാക്കാൻ പോകട്ടോ. ഉണ്ണിപ്പിണ്ടിയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്, പയറും ചേർത്തിട്ട്. അപ്പോൾ നമ്മൾ ഉള്ളി മുളകും, ഉള്ളി ചതച്ചത്, ഉള്ളി കറിവേപ്പിലയും കൂടി ചതച്ചത് ചട്ടിയിൽ ഇട്ട് കൊടുത്തു. അതൊന്ന് മൂത്ത് വെച്ച് സിമ്പിളായിട്ടുള്ളൊരു ഉപ്പേരി, വളരെ സിമ്പിളായിട്ടുള്ളൊരു ലഞ്ചാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ലഞ്ചിൻ്റെ കറികൾ, പിന്നെ ഒരു മോരുകറിയും കൂടി ഉണ്ടാക്കണം. അപ്പോൾ എനിക്ക് കുമ്പളങ്ങയൊക്കെ വെച്ചിട്ട് കുമ്പളങ്ങിട്ട മോരുകറി ഉണ്ടാക്കുന്നത്. നമുക്കിതിലേക്ക് ചതച്ച മുളക് ഇട്ട് കൊടുക്കാം. മുളക് ഇത്തിരി എരിവ് വേണം, ഉണ്ണിപ്പിണ്ടി അല്ല, എരിവ് പിടിക്കാത്ത പോലെ ഇരിക്കും. അപ്പോൾ ഒരു 2 സ്പൂൺ ചതച്ച മുളക് ഇട്ട് കൊടുത്തിട്ടാണ്. ഇതൊന്ന് മൂത്ത് വന്നോട്ടെ. മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പയറും ഉണ്ണിപ്പിണ്ടിയും കൂടി വേവിച്ച് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചുമ വന്നു, അതുണ്ടായത്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പയറും ഉണ്ണിപ്പിണ്ടിയും ഉപ്പേരി ഉണ്ടോ, നല്ല ഉപ്പേരി കേട്ടോ. ചോറിനാനും ഇപ്പോൾ വേണമെങ്കിൽ വെറുതെ കഴിക്കുകയും ചെയ്യാം. ചോറ് ഇത്തിരി കുറച്ച് കഴിച്ചിട്ട് ഈ ഉപ്പേരി ഇത്തിരി അധികം കഴിച്ചൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിനോട് വെളുത്തുള്ളി ഇട്ടിട്ടില്ല കേട്ടോ. വെളുത്തുള്ളി ഇട്ട് ഉപ്പേരി ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാം. നമുക്ക് പൊതുവെ ഉപ്പേരികളിൽ വെളുത്തുള്ളി ചേർക്കണം അത്ര താല്പര്യമില്ല, അപ്പോൾ അതുകൊണ്ട് ചേർത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉപ്പേരി റെഡി. ഇനി ചാറുകറി ഉണ്ടാക്കണം. അങ്ങനെ നമ്മൾ ആ സെയിം കുക്കറിലേക്ക് തന്നെ കുറച്ച് മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുമ്പളങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. കുഞ്ഞൊരു കറിയാണ്, പക്ഷേ നമ്മൾ ഈ കുക്കർ എന്തായാലും എടുത്തില്ലേ എന്ന് വിചാരിച്ചിട്ട് ഇനി വേറെ പാത്രം എടുക്കണ്ടല്ലോ. അപ്പോൾ ഇതിൽ തന്നെ ഒന്ന് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി കേട്ടോ, വളരെ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഇനി അതൊന്ന് വെന്ത് വരട്ടെ. നമുക്ക് കുക്കറൊന്ന് അടച്ചു കൊടുക്കാം. ഒറ്റ വിസിൽ അത് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അരപ്പൊക്കെ ചേർക്കാം. അപ്പോൾ നമ്മുടെ കുക്കറൊക്കെ വിസിലടിച്ചിട്ടുണ്ട്. ഇനി അത് ഏകദേശം ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ നാളികേരം, കുറച്ച് ജീരകം, ഒരു നുള്ള് ജീരകം, ഒരു 10 മണി കുരുമുളകും ഒരു പച്ചമുളകും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ. അപ്പുറത്തെ വീട്ടിലെ പട്ടിയാണ് ഭയങ്കരമായിട്ട് ശല്യം ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം, ഒരു കളറിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മളിതിൽ വെള്ളം ചേർത്തിട്ടല്ല അരച്ചെടുക്കുന്നത്, നല്ല തൈര് ചേർത്തിട്ട് കേട്ടോ. നല്ല കട്ട തൈര്, അത് നമ്മളുണ്ടാക്കുന്ന തൈര് തന്നെയാണ്, നമ്മൾ ഒഴിച്ച് വെക്കുന്നത്. നമ്മൾ തൈര് പാക്കറ്റ് തീരെ വാങ്ങിക്കാറില്ല. അതും കൂടി ചേർത്ത് നല്ല ബെസ്റ്റായിട്ടൊന്ന് അരച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ അത് അരച്ചെടുക്കട്ടെ. അപ്പോഴേക്കും ഇതിൻ്റെ എയറൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പോൾ നമ്മുടെ എന്താ പറയുക, കുമ്പളങ്ങയ്ക്ക് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് അരപ്പ് ചേർക്കാം. നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കണം. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് ചുറ്റി ഒഴിക്കാം. ഭയങ്കര കട്ടിയുള്ള മുരികറിയല്ല, കുറച്ച് ലൂസായിട്ടുള്ള മുരികറി കേട്ടോ.
ഉപ്പും പുളിയൊക്കെ നോക്കി കൊടുക്കട്ടെ. പുളി എങ്ങനെയുണ്ടെന്ന് അറിയില്ല. നമ്മുടെ മോര് കറിയൊക്കെ ഒന്ന് തിളച്ചിട്ടില്ല. തിള വരുന്നതോടുകൂടി നമുക്കൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. തിളച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പുറത്ത് കടുക് വറുക്കാൻ വെച്ചിട്ടുണ്ട്. ക്യാമറ അങ്ങോട്ട് തിരിച്ചിട്ടില്ല. കടുക് വറുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കടുക് ഇട്ടു, 2 മണിയിലും ഇട്ടു. ഉണക്കമുളകും കറിവേപ്പിലും ഇട്ട് കൊടുത്തു. പുളി കൂടുതലുള്ള തൈരാണെങ്കിൽ ചേർക്കണമെങ്കിൽ 1 സ്പൂൺ ശർക്കര ഉരുക്കിയത് ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ. അത് ഇവിടെ ഒരുപാട് പുളിയുള്ള കറി ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് അത് അങ്ങനെ ഇത് ചേർക്കണത് ഇഷ്ടമാണ്. പക്ഷെ ഇതിൽ ചേർക്കണില്ല. ഇത് പുളി പാകത്തിനുള്ളൂ, കറക്റ്റ് പുളി പാകത്തിനുള്ളൂ. അതുകൊണ്ട് ചേർക്കണില്ല. നമ്മളിനി നമ്മുടെ കടുക് വറുത്തതൊക്കെ ഇതിലേക്ക് ഒഴിച്ച് വെക്കണം. നമ്മുടെ കറി റെഡി. ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ സിമ്പിളായിട്ടുള്ളൊരു മോര് കറിയും നമ്മുടെ ഉണ്ണിപ്പിണ്ടിയും പയറും ഉപ്പേരിയും മുളക് പപ്പടം ഉണ്ടാക്കണം. അതാണ് ഈ മോര് കറിക്ക് സൂപ്പർ കോമ്പിനേഷനാണ്. മുളക് പപ്പടം. പപ്പടം ചെറുതായി പൊട്ടിച്ച് മുളക് ഉള്ളിയൊക്കെ ചതച്ച് ചേർത്തിട്ടുള്ള പപ്പടം അത് നമുക്ക് ഉണ്ടാക്കാം. അത് കാണിച്ചു തരാം. ഒരു വട്ടം കാണിച്ചിട്ടുണ്ട് തോന്നുന്നു. ഇതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പം നമ്മൾ മുളക് പപ്പടം ഉണ്ടാക്കാനായിട്ടൊരു 3 പപ്പടം എടുത്തിട്ടുണ്ട്. പപ്പടത്തിന് ഇതുപോലെ ഇങ്ങനെ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. കത്രിക വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കനം കുറച്ചിട്ട് നൈസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ സ്ട്രൈപ്സ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി. ഇനി പപ്പടം ഇട്ട് കൊടുക്കാം. കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളത്. അതാണ് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വെളിച്ചെണ്ണ വേസ്റ്റ് ആവില്ലേ. അത് ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് ആവണതൊന്ന് നീക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. 3 പപ്പടമാണ്. അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. പപ്പടം നന്നായി വറുത്തെടുക്കാം. ഇത് ഫ്രൈ ആയ പപ്പടങ്ങളൊക്കെ നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഒരുവിധം എല്ലാവരും ഉണ്ടാക്കുന്ന സംഭവം തന്നെ ആവാം. ഒരു 2 കുഞ്ഞുള്ളി ഇതാ ആ എണ്ണയിലേക്ക് തന്നെ. വേറെ എണ്ണയൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അതൊന്ന് മൂത്ത് വരട്ടെ. ഉള്ളി ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 1/2 സ്പൂണിൽ താഴെയിൽ മതി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ചതച്ച മുളക് ഇട്ട് കൊടുക്കാം. പൊടിയല്ല, ചതച്ച മുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പൊന്നും ചേർത്തില്ല. പപ്പടത്തിൽ ഓൾറെഡി ഉപ്പുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ഉപ്പൊന്നും ചേർക്കണില്ല. അതൊന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. വേണമെങ്കിൽ ഒരു തുള്ളിയും കൂടി വെളിച്ചെണ്ണ ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഒഴിച്ചിട്ടില്ല എന്ന് മാത്രം. ഇനി നമുക്ക് ഈ പപ്പടം വറുത്ത് വെച്ചത് അതിലിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുളക് പപ്പടം റെഡി ആയി. നമ്മളപ്പോൾ ലഞ്ച് ബോക്സിലേക്കുള്ള ഐറ്റംസ് റെഡി ആയിട്ടാണ്. മുളക് പപ്പടം, മോര് കറി, പിന്നെ ഉണ്ണിപ്പിണ്ടിയും പയറും ഉപ്പേരി. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി നോക്കിയിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി നോക്കാം. അപ്പോൾ അങ്ങനെ ഓക്കെ.